അപ്പോൾ ജോബി, നമ്മൾ മോഷൻ്റെ ഇൻട്രോ ചെയ്തപ്പോഴേ നമ്മൾ പറഞ്ഞു ഒരു വസ്തു മോഷനിലാണെങ്കിൽ അതിൻ്റെ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ നമുക്കിപ്പോൾ ആദ്യത്തെ ആവശ്യം എങ്ങനെയാണ് ഒരു വസ്തുവിൻ്റെ പൊസിഷനെ പറ്റി പറയാമെന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇപ്പോൾ ഇവിടെ ഒരു സ്ട്രെയിറ്റ് റോഡ് കാണിച്ചിട്ടുണ്ട്. നമ്മൾ റെക്റ്റിലീനിയർ മോഷൻ വെച്ചിട്ടാണല്ലോ തുടങ്ങുന്നത്. ആ സ്ട്രെയിറ്റ് റോഡിൽ എവിടെയോ ഒരു മോട്ടോർ സൈക്കിൾ നിൽക്കുന്നുണ്ടെന്ന് വയ്ക്കുക, പാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ ജോബ് എടുത്ത് ചോദിക്കുകയാണ്, എവിടെയാണ് ഈ മോട്ടോർ സൈക്കിൾ ഇരിക്കുന്നത്, അതായത് ഈ മോട്ടോർ സൈക്കിളിൻ്റെ പൊസിഷൻ എന്താണെന്ന് ഞാൻ ചോദിക്കുകയാണ്. മോട്ടോർ സൈക്കിളിൻ്റെ പൊസിഷൻ എവിടുന്നാണ് ചോദിക്കുന്നത്? അതായത് റോഡിൻ്റെ അറ്റത്തുനിന്ന് എവിടെയാണെന്നാണ് ചോദിക്കുന്നത് ജിതിൻ? ജോബി ചോദിച്ചില്ലേ റോഡിൻ്റെ എവിടുന്നാണ് മോട്ടോർ സൈക്കിൾ ഇരിക്കണമെന്ന് ആണോ ചോദിച്ചതെന്ന് ചോദിച്ചില്ലേ? അതാണ് എനിക്ക് ജോബ് എടുത്തും വേണ്ടിയിരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒരു വസ്തുവിൻ്റെ പൊസിഷനെ പറ്റി പറയണമെങ്കിൽ നമുക്കൊരു സ്റ്റാർട്ടിംഗ് പോയിൻ്റോ ഇല്ലെങ്കിൽ ഒരു റെഫറൻസ് പോയിൻ്റോ ഒരു അടയാളം എന്തെങ്കിലും വേണം. ഓക്കെ, അപ്പോൾ ഞാനൊരു അടയാളത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു മിൽമ ബൂത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മിൽമ ബൂത്തും മോട്ടോർ സൈക്കിളും തമ്മിൽ നൂറ് മീറ്റർ അകലുണ്ടെന്ന് വയ്ക്കാം ഇവർ തമ്മിൽ. അല്ല ജിതൻ, ഇപ്പോൾ തൽക്കാലം ഇവിടെ വരച്ചിരിക്കുന്നത് മോട്ടോർ സൈക്കിൾ മിൽമ ബൂത്തിൻ്റെ റൈറ്റ് സൈഡിലല്ലേ? അത് വേറൊരു കാര്യം. ഇപ്പോൾ മിൽമ ബൂത്തിൻ്റെ റൈറ്റ് സൈഡിലാണ് മോട്ടോർ സൈക്കിൾ. ഇപ്പോൾ ഇതിൻ്റെ പുറമെ വേറെ 2 ലാൻഡ്മാർക്കും കൂടി ഉണ്ടെന്ന് വയ്ക്കാം, ഒരു സ്കൂളും ഒരു പെട്രോൾ പമ്പും. അപ്പോൾ നമ്മൾ പറയുമ്പോൾ എന്താ പറയുക അറിയോ, മോട്ടോർ സൈക്കിള് സ്കൂളിൻ്റെ ഡയറക്ഷനിലാണ് മിൽമ ബൂത്ത് നിന്ന് പാർക്ക് ചെയ്തിരിക്കണമെന്ന് പറയും. ഇല്ലെങ്കിൽ ഈ മോട്ടോർ സൈക്കിൾ ഈ സൈഡിലാണെങ്കിൽ പറയും മിൽമ ബൂത്ത് നിന്ന് പെട്രോൾ പമ്പിൻ്റെ ഡയറക്ഷനിലാണ് മോട്ടോർ സൈക്കിൾ പാർക്ക് ചെയ്തിരിക്കണമെന്ന് പറയും. അപ്പോൾ ജോബി ഉദ്ദേശിച്ച മാതിരി ഒരു റെഫറൻസ് പോയിൻ്റ് ഇല്ലെങ്കിൽ ഒരു അടയാളം പറഞ്ഞാൽ മാത്രം പോരാ, ഒരു ഡയറക്ഷനും കൂടെ പറയണം. അപ്പോൾ ഇവിടെ നമ്മൾ 1 ഡയമെൻഷണൽ മോഷൻ അല്ലേ നോക്കുന്നത്. റെക്റ്റിലീനിയർ മോഷൻ 1 ഡയമെൻഷണൽ മോഷൻ, ഒരു സ്പേഷ്യൽ ഡയമെൻഷനും ടൈമും ഈ 1 ഡയമെൻഷണൽ മോഷനിൽ ഉണ്ട്. അപ്പോൾ ഈ 1 ഡയമെൻഷണൽ മോഷനിൽ പ്രത്യേകിച്ച് ഈ റെക്റ്റിലീനിയർ മോഷനിൽ 2 ഡയറക്ഷനേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ അതിനെ റൈറ്റ് ഡയറക്ഷൻ ലെഫ്റ്റ് ഡയറക്ഷൻ എന്ന് പറയും. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഹൊറിസോണ്ടൽ ലൈനല്ല, ഇപ്പോൾ ഒരു വേർട്ടിക്കൽ ലൈനാണെന്നാണെങ്കിലേ, ഇപ്പോൾ അതായത് ഇപ്പോൾ നമ്മളൊരു എന്താ പറയുക, ഒരു മുകളിൽ കല്ലെറിയണമെന്ന് വയ്ക്കുക. അപ്പോൾ കല്ലെറിയുമ്പോൾ നമ്മൾ വേർട്ടിക്കൽ ഡയറക്ഷനിലേ എറിയുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഇതാണ് ഗ്രൗണ്ട്, ഗ്രൗണ്ടിൽ നിന്ന് മുകളിലേക്ക് കല്ലെറിയണമെന്ന് വയ്ക്കുക. അപ്പോൾ ഇത് ടോപ്പ് ഡയറക്ഷൻ, ഇത് ബോട്ടം ഡയറക്ഷൻ എന്ന് പറയും. ഇതാണെങ്കിൽ ഇവിടെ റൈറ്റ് ഡയറക്ഷൻ ലെഫ്റ്റ് ഡയറക്ഷൻ എന്ന് പറയും. അപ്പോൾ ഇതിനെ നമ്മളിപ്പോൾ 1 ഡയമെൻഷൻ ആയതുകൊണ്ട് 2 ഡയറക്ഷൻസേ ഉള്ളൂ. അതിന് റൈറ്റ് ലെഫ്റ്റ് എന്നോ ടോപ്പ് ബോട്ടം എന്നൊക്കെ പറയും. പക്ഷേ അതിനെക്കാട്ടിലും സൗകര്യം പോസിറ്റീവ് ഡയറക്ഷൻ നെഗറ്റീവ് ഡയറക്ഷൻ എന്ന് പറയും. അപ്പോൾ ഇതിലെന്താ നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ, ഈ മിൽമ ബൂത്തിൻ്റെ അവിടെ നമ്മൾ ഈ മിൽമ ബൂത്തിന് നമ്മൾ x=0 എന്നുള്ള പൊസിഷൻ കൊടുക്കും. നമ്മൾ 1 ഡയമെൻഷണൽ മോഷനിൽ 1 ഡയമെൻഷണൽ സിറ്റുവേഷനിൽ പൊസിഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സിമ്പിളാണ് എക്സ്. ചിലപ്പോൾ y എന്ന് ഉപയോഗിക്കും കേട്ടോ. അതേമാതിരി വേർട്ടിക്കൽ സിറ്റുവേഷനിലൊക്കെ നമ്മൾ y എന്ന് ഉപയോഗിക്കും. എന്തായാലും ഒരു ക്വാണ്ടിറ്റി ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ 1 ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പേഷ്യൽ ക്വാണ്ടിറ്റിയും ടൈമും വെച്ചിട്ട് നമുക്ക് ആ മോഷനെ പറ്റി എല്ലാം പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനെ x=0 എന്ന് കൊടുത്താൽ ഈ മോട്ടോർ സൈക്കിളിൻ്റെ പൊസിഷൻ വന്നിട്ട് x=100 മീറ്റേഴ്സാണ്. ഇനിയിപ്പോൾ മോട്ടോർ സൈക്കിളും ഈ സ്കൂളും തമ്മിൽ 100 മീറ്റർ തന്നെയാണെന്ന് വയ്ക്കാം. അപ്പോൾ ഈ സ്കൂളിൻ്റെ പൊസിഷൻ വന്നിട്ട് x=200 മീറ്റേഴ്സ് ആവും. അപ്പോൾ പെട്രോൾ പമ്പിൻ്റെ പൊസിഷൻ എന്തായിരിക്കും ജോബി? പെട്രോൾ പമ്പും മിൽമ ബൂത്തും തമ്മിൽ എന്താണ് അകലം? അവർ തമ്മിൽ 50 മീറ്റേഴ്സ് ഉണ്ടെന്ന് വയ്ക്കാം.
അങ്ങനെയാണെങ്കിൽ പെട്രോൾ പമ്പിൻ്റെ പൊസിഷൻ എക്സ് ഇസ് ഈക്വൽ ടു -50. അതെ, എക്സ് ഈസ് ഈക്വൽ ടു -50 മീറ്റേഴ്സ്. അപ്പം അങ്ങനെ നമുക്ക് ഈ റോഡിൽ ഏതൊരു പോയിന്റിനും, അതായത് അവിടെ ഏതൊരു വസ്തു വെച്ചാലും ആ വസ്തുവിനെ നമുക്ക് ഇതേമാതിരി ഒരു പൊസിഷൻ പറയാൻ പറ്റും. അപ്പോൾ ഇതേമാതിരി നമ്മൾ ഒരു മാത്സിലെ നമ്പർ ലൈനിനെ മാതിരി ഒരു 0 എടുത്തിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിലൊക്കെ പോസിറ്റീവ് നമ്പേഴ്സും അതിൻ്റെ ലെഫ്റ്റ് സൈഡിലൊക്കെ നെഗറ്റീവ് നമ്പേഴ്സും ഇട്ടാലുണ്ടല്ലോ, എന്നിട്ട് നമ്മൾ അതിൻ്റെ പോസിറ്റീവ് ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ആരോവും വരയ്ക്കും. പോസിറ്റീവ് ഡയറക്ഷൻ റൈറ്റ് സൈഡിലേക്കാണെന്ന് കാണിക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു വരയുണ്ടല്ലോ, ഈ ലൈനെ നമ്മൾ കോർഡിനേറ്റ് ആക്സിസ് എന്ന് പറയും. കോർഡിനേറ്റ് ആക്സിസ്. എന്നിട്ട് ഈ ഒരു സംവിധാനം ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഏത് വസ്തുവിൻ്റെയും ഈ റോഡിലുള്ള പൊസിഷൻ സ്ഥാപിക്കാൻ ഉപയോഗിക്കുന്ന ഈ സംവിധാനം, അതിനെ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയും. കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ ഒരു കോർഡിനേറ്റ് സിസ്റ്റം ഇല്ലാതെ നമുക്കൊരു സാധനത്തിൻ്റെ, ഒരു വസ്തുവിൻ്റെ പൊസിഷനെ പറ്റി പറയാൻ പറ്റില്ല. പിന്നെ മാത്രമല്ല, നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റം മാറുകയാണെങ്കിൽ, കോർഡിനേറ്റ് സിസ്റ്റം മാറുകയെന്ന് പറഞ്ഞാൽ ഈ ഒറിജിൻ, ഈ എക്സ് ഈക്വൽ ടു 0 എന്നുള്ള ലാൻഡ് മാർക്ക് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഒറിജിൻ എന്ന് പറയുക. അപ്പോൾ ഒരു ഒറിജിനും ഒരു പോസിറ്റീവ് ഡയറക്ഷനിലുള്ള ആ ഡയറക്ഷനും കാണിച്ചാൽ അതൊരു കോർഡിനേറ്റ് ആക്സിസ് ആയി. അപ്പോൾ ഈ ഒറിജിൻ മാറിയാൽ ഈ നമ്പേഴ്സൊക്കെ മാറും, നമ്മുടെ പൊസിഷൻ കോർഡിനേറ്റ്സ് ഒക്കെ മാറും. അപ്പോൾ ഇതിനെ പൊസിഷൻ കോർഡിനേറ്റ് എന്ന് പറയും. ഇത് എക്സ് ഈക്വൽ ടു 100 മോട്ടോർ സൈക്കിളിൻ്റെ പൊസിഷൻ കോർഡിനേറ്റ് ആണ്. എക്സ് ഇസ് ഈക്വൽ ടു 200 സ്കൂളിൻ്റെ പൊസിഷൻ കോർഡിനേറ്റ് ആണ്. എക്സ് ഇസ് ഈക്വൽ ടു -50 പെട്രോൾ പമ്പിൻ്റെ പൊസിഷൻ കോർഡിനേറ്റ് ആണ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ മാറിയാൽ, അല്ല, ഈ ഒറിജിനും ഡയറക്ഷനൊക്കെ മാറിയാൽ ഇതെല്ലാം മാറും, ഈ നമ്പേഴ്സൊക്കെ മാറും. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഈ സ്കൂളിനെ ഒറിജിനായിട്ട് എടുക്കണമെന്ന് വയ്ക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് വന്നിട്ട് എക്സ് ഈക്വൽ ടു 0 ആൻഡ് ഡയറക്ഷൻ ഞാൻ മാറ്റില്ല എന്ന് വയ്ക്കുക. അതായത് പോസിറ്റീവ് ഡയറക്ഷൻ റൈറ്റ് സൈഡിലേക്കും നെഗറ്റീവ് ഡയറക്ഷൻ ഇപ്പോഴും ലെഫ്റ്റ് സൈഡിലേക്കാണെന്ന് വയ്ക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മോട്ടോർ സൈക്കിളിൻ്റെ പൊസിഷൻ വന്നിട്ട് എക്സ് ഈസ് ഈക്വൽ ടു -100 മീറ്റേഴ്സ് ആവും. പിന്നെ മിൽമ ബൂത്തിൻ്റെ പൊസിഷൻ എക്സ് ഈസ് ഈക്വൽ ടു -200 മീറ്റേഴ്സ് ആവും. അപ്പോൾ പെട്രോൾ പമ്പിൻ്റെയോ? പെട്രോൾ പമ്പിൻ്റെ എക്സ് ഈസ് ഈക്വൽ ടു -250. അതെ, എക്സ് ഈസ് ഈക്വൽ ടു -250 മീറ്റേഴ്സ്. അപ്പോൾ കണ്ടില്ലേ, ഈ നമ്പേഴ്സൊക്കെ മാറിയില്ലേ? പണ്ടത്തെ നമ്പർ അല്ല ഇപ്പോഴത്തെ നമ്പർ. അപ്പോൾ ഈ ഒരു പൊസിഷൻ കോർഡിനേറ്റിനെ പറ്റി സംസാരിക്കണമെങ്കിൽ ആദ്യം നമുക്കറിയേണ്ടത് ഏതാണ് കോർഡിനേറ്റ് സിസ്റ്റം, എന്താണ്, എവിടെയാണ് ഒറിജിൻ, ഏതാണ് അതിൻ്റെ പോസിറ്റീവ് ഡയറക്ഷൻ എന്നൊക്കെ അറിഞ്ഞാലേ നമുക്ക് ഇതൊക്കെ ഈ പൊസിഷൻ കോർഡിനേറ്റിനെ പറ്റി സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷനെ പറ്റി പറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതൊക്കെ തീർച്ചയാക്കും. ഇപ്പോൾ എനിക്കിപ്പോൾ ഈ സ്കൂളിൻ്റെ റൈറ്റ് സൈഡിലുള്ള പൊസിഷൻസിലൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ലെന്ന് വയ്ക്കാം. എനിക്ക് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മാത്രമേ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളൂ എന്ന് വയ്ക്കാം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഈ ലെഫ്റ്റ് സൈഡിനെ പോസിറ്റീവ് ഡയറക്ഷനായിട്ട് എടുക്കും, അതായത് ഇതിനെ പോസിറ്റീവ് ഡയറക്ഷനായിട്ട് എടുക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്ത് പറ്റുമറിയോ, ഈ എക്സ് ഇസിക്വൽ ടു -100 എന്നുള്ളത് എക്സ് ഇസിക്വൽ +100 ആവും, എക്സ് ഇസിക്വൽ -200 എന്നുള്ളത് +200 ആവും, എക്സ് ഇസിക്വൽ -250 എന്നുള്ളതിന് +250 ആവും. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ജോബി, ഈ ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ സൗകര്യത്തിനാണ്. നമ്മുടെ സൗകര്യം മാത്രമല്ല, നമ്മുടെ പ്രോബ്ലത്തിൻ്റെ സൗകര്യത്തിനും വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മൾ തീർച്ചപ്പെടുത്തുന്നത്. അല്ലാതെ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, ഇതാണ് നിയമമൊന്നുമില്ല. ഫിസിക്സിൽ ഡെമോക്രസി ഉണ്ടല്ലേ? തീർച്ചയായിട്ടും ഫിസിക്സിൽ ഡെമോക്രസി ഉണ്ട്, ഫ്രീഡം ഉണ്ട്. പക്ഷേ കണ്ടതൊന്നും ചെയ്യാൻ പാടില്ല, ലോജിക്കലായിരിക്കണം ചെയ്യണതൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ
ഇപ്പം നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലുള്ള പൊസിഷൻസ് മാത്രമേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൂ, റൈറ്റ് സൈഡിലുള്ളതിന് ഒരു ഇൻട്രസ്റ്റും ഇല്ല പറഞ്ഞാൽ എന്തിനാണ് നമ്മൾ വെറുതെ നെഗറ്റീവ് നമ്പേഴ്സ് കൊണ്ടുവരണത് ഒരാവശ്യമില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ലെഫ്റ്റ് സൈഡിനെ പോസിറ്റീവ് ഡയറക്ഷനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു 1 ഡയമെൻഷണൽ സിറ്റുവേഷനിലത്തെ കാര്യം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 2 ഡയമെൻഷണൽ സിറ്റുവേഷൻ എടുക്കാം. 2 ഡയമെൻഷണൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ 2 പൊസിഷൻ കോർഡിനേറ്റ്, 2 സ്പേഷ്യൽ ഡയമെൻഷൻസ് ആൻഡ് ടൈം. ഓക്കെ, ഇപ്പം ഞാനിതാ ഒരു ടേബിൾ ടോപ്പ് കാണിച്ചിട്ടുണ്ട്. ഈ ടേബിൾ ടോപ്പിൽ എവിടെയോ ഒരു സാധനം. എന്താ സാധനം? ജംസ് മിഠായോ? ജംസ് മിഠായി ആണെങ്കിൽ ജംസ് മിഠായി. അപ്പോൾ അവിടെ ഒരു ജംസ് മിഠായി ഈ ടേബിളിൽ എവിടെയോ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ജംസ് മിഠായിയുടെ പൊസിഷൻ എന്താണെന്ന് നമുക്ക് പറയാം. നമ്മൾ റെക്ടിലിനിയർ മോഷനിൽ, അതായത് ഒരു 1 ഡയമെൻഷണൽ ആ സിറ്റുവേഷനിൽ ഇതിന് മുമ്പിലത്തെ പേജിൽ കണ്ടത്, അതിൽ ഒരു ക്വാണ്ടിറ്റി എക്സ് എന്നുള്ള ക്വാണ്ടിറ്റി വെച്ചിട്ട് നമുക്ക് ആ റോഡിൽ എവിടെ ആയാലും നമുക്ക് ആ എക്സ് വെച്ചിട്ട് അതിൻ്റെ പൊസിഷൻ പറയാൻ പറ്റും. ഇവിടെ അതിന് പകരം 2 നമ്പറിൻ്റെ ആവശ്യമുണ്ട്. അതായത് നമുക്ക് ഇതിൻ്റെ പൊസിഷൻ പറയണമെങ്കിലേ നമുക്ക് പറയാം, ഈ ടേബിളിൻ്റെ ലെഫ്റ്റ് അരികിൽ നിന്ന് ഇത്ര ദൂരമാണ്. ഓക്കെ, ലെഫ്റ്റ് അരികിൽ നിന്ന് ഈ എന്താ പറയുക, ഈ ജംസ് മിഠായി ഇത്ര ദൂരത്തിലാണെന്ന് പറയാം. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഈ മിഠായിയുടെ എക്സാക്ട് പൊസിഷൻ കിട്ടില്ല, ഈ ഒരു ലൈനേ കിട്ടുള്ളൂ. അതായത് ഇവിടുന്ന് ഇതുവരെ ഒരു ലൈൻ ഉണ്ടല്ലോ, ഈ ലൈനിൽ എവിടെ വേണമെങ്കിലും ആവാം. ഈ ലെഫ്റ്റിൽ നിന്ന് ഉള്ള ദൂരം മാത്രം പറഞ്ഞാൽ ഈ ലൈനിൽ എവിടെ വേണമെങ്കിലും ആവാം ജംസ് മിഠായി. അപ്പോൾ ഒരൊറ്റ നമ്പർ പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഈ താഴത്തെ അരികിൽ നിന്നും കൂടെ ഒരു ഡിസ്റ്റൻസ് പറയണം. അപ്പോൾ താഴത്തെ അരികിൽ നിന്ന് ഇത്ര ദൂരമുണ്ടെന്ന് പറയാം. അപ്പോൾ അങ്ങനെയാവുമ്പോൾ വേറൊരു ലൈനും കൂടെ കിട്ടും. അതായത് താഴത്തെ അരികത്ത് ഇത്ര ദൂരത്തിലാണെന്ന് പറഞ്ഞാലേ അത് ഈ ലൈനിൽ എവിടെ വേണമെങ്കിലും ആവാം. ഇത് രണ്ടും കൂടെ സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ, അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇത്ര ദൂരത്തിലാണ്, ബോട്ടത്തിൽ നിന്ന് ഇത്ര ദൂരത്തിലാണെന്ന് രണ്ടും കൂടെ സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ അത് ഈ ഒരൊറ്റ പോയിന്റിലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ജംസ് മിഠായിൻ്റെ ഈ ടേബിളിൽ പൊസിഷൻ നമുക്ക് കിട്ടാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഞാനൊരു ഈ ലൈനൊക്കെ നമുക്ക് ഇറേസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാനിതപ്പോൾ ഇതിൻ്റെ പൊസിഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് 2 ആക്സിസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതൊരു എക്സ് ആക്സിസ്, ഇതൊരു വൈ ആക്സിസ്. ഇതൊരു ഞാൻ യൂണിറ്റ്സ് ഒന്നും എഴുതിയിട്ടില്ല, ഏതോ ഒരു യൂണിറ്റിലാണ് ഈ നമ്പേഴ്സൊക്കെ ഉള്ളതെന്ന് വിചാരിക്കുക. ഏതോ ഒരു ലെങ്ത്തിൻ്റെ യൂണിറ്റ്, സെൻറ്റിമീറ്ററോ സെൻറ്റിമീറ്റർ ആയിരിക്കാം. ഓക്കെ, ഇത് ഏകദേശം 1 സെൻറ്റിമീറ്റർ മാതിരി ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ പക്ഷേ അങ്ങനെയാണെങ്കിൽ വളരെ ചെറിയ ടേബിളാവും. ഇല്ല, 8 സെൻറ്റിമീറ്ററിൻ്റെ ടേബിൾ പറഞ്ഞാൽ അത് വളരെ ചെറിയ ടേബിളാവും. അപ്പോൾ സെൻറ്റിമീറ്ററല്ല, വേറെ ഏതോ ഒരു യൂണിറ്റ് കേട്ടോ. അപ്പോൾ വേറെ ഏതോ ഒരു യൂണിറ്റിൽ ആണ് ഞാൻ ഈ നമ്പേഴ്സൊക്കെ എഴുതിയിരിക്കണമെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി 2 ഡിസ്റ്റൻസ് വേണം. ഈ ബോട്ടം അരികത്തു നിന്നുള്ള ഡിസ്റ്റൻസും പിന്നെ ലെഫ്റ്റ് അരികത്തു നിന്നുള്ള ഡിസ്റ്റൻസും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ 2 ആക്സിസ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു 2 ഡയമെൻഷണൽ സർഫസിൽ നമുക്ക് 2 പൊസിഷൻ കോർഡിനേറ്റ്സിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ പൊസിഷൻ കോർഡിനേറ്റ്, ഈ ജംസ് മിഠായിയുടെ പൊസിഷൻ കോർഡിനേറ്റ് എന്തൊക്കെയാണ്? എക്സ് വന്നിട്ട് 2, വൈയും 2. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ എഴുതും, 2, 2.
ഓക്കെ, അതായത് ആദ്യം എക്സ് ആണ് എഴുതുക, രണ്ടാമത് വൈ. അപ്പോൾ ഇങ്ങനെ ബ്രാക്കറ്റിൽ 2,2 എന്ന് എഴുതും. ഇതാണ് ഇതിൻ്റെ പൊസിഷൻ കോർഡിനേറ്റ്. 2 ഡയമെൻഷണൽ സിറ്റുവേഷൻ ആയതുകൊണ്ട് 2 പൊസിഷൻ കോർഡിനേറ്റ്. പിന്നെ മോഷനെ പറ്റിയൊക്കെ പഠിക്കണമെങ്കിൽ ടൈമും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഇനി ഞാനിപ്പോൾ വേറെ കുറേ ജെംസ് മുട്ടായും കൂടെ വെച്ചു എന്ന് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ പൊസിഷൻ എഴുതാം. ഓക്കെ, അപ്പോൾ ജോബി പറയൂ, ഈ പർപ്പിൾ മുട്ടായിൻ്റെ പൊസിഷൻ എന്താണ്? പേർപ്പിൾ മുട്ടായിൻ്റെ പൊസിഷൻ എക്സ് വന്നിട്ട് 4, വൈ വന്നിട്ട് 1. അതെ, അപ്പോൾ ഇതിനെ നമ്മൾ 4,1 എഴുതും. അപ്പോൾ ഈ ഓറഞ്ചിൻ്റെ എക്സ് വന്നിട്ട് 7, വൈ വന്നിട്ട് 5. അതെ, അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ കോർഡിനേറ്റ് നമ്മൾ 7,5 എന്ന് എഴുതും. മഞ്ഞ മുട്ടായി മഞ്ഞ മുട്ടായിയുടെ എക്സ് വന്നിട്ട് 1, വൈ ഈസ് ഈക്വൽ ടു 4. അതെ, അപ്പോൾ 1,4 എന്ന് എഴുതും. അപ്പം അങ്ങനെ നമ്മൾ 2 നമ്പേഴ്സ് വെച്ചിട്ട് ഏതൊരു വസ്തുവിൻ്റെയും ഏതൊരു പോയിൻറ്റിൻ്റെയും പൊസിഷൻ ഒരു 2 ഡയമെൻഷണൽ സിറ്റുവേഷനിൽ നമുക്ക് എഴുതാൻ പറ്റും. ആ 1 ഡയമെൻഷണൽ സിറ്റുവേഷനിൽ പറഞ്ഞ മാതിരി ഈ ഒറിജിൻ മാറിയാലോ ഇല്ലെങ്കിൽ ഈ ആക്സസിൻ്റെ ഡയറക്ഷനൊക്കെ മാറിയാലോ ഈ നമ്പേഴ്സൊക്കെ മാറും കേട്ടോ. അതായത് ഞാനിപ്പോൾ ഒറിജിനെ ഇവിടെ നടുവിൽ വെക്കുകയോ അല്ലെങ്കിൽ ഈ അറ്റത്ത് വെക്കുകയോ അങ്ങനെ വല്ലതൊക്കെ ചെയ്താൽ ഈ നമ്പേഴ്സ് മുഴുവൻ മാറും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു 1 ഡയമെൻഷണൽ സിറ്റുവേഷൻ ആയാലും ശരി 2 ഡയമെൻഷണൽ സിറ്റുവേഷൻ ആയാലും ശരി, നമ്മളൊരു സാധനത്തിൻ്റെ പൊസിഷനെ പറ്റി പറയുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റം ഏതാണെന്ന് തീരുമാനിക്കണം. എന്നിട്ട് നമ്മൾ എന്തൊക്കെയാണ് പൊസിഷൻസ് എന്ന് പറയാൻ പറ്റുള്ളൂ. അതും കോർഡിനേറ്റ് സിസ്റ്റം മാറിയ പൊസിഷൻസ് മാറും. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ എന്താ പറയുക, 3 ഡയമെൻഷണൽ സിറ്റുവേഷൻ, ഇതേമാതിരി 3 ഡയമെൻഷണൽ സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ അതിന് പറയുന്നതിന് മുമ്പ് ഞാൻ ജോബിയുടെ തല കുറച്ച് പോയിക്കട്ടെ. അയ്യോ, എന്തത്? അതായത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമുക്ക് ഒരു എക്സ് ആക്സിസ് ഉണ്ട്, ഒരു വൈ ആക്സിസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ എക്സ് ആക്സിസും വൈ ആക്സിസും പെർപെൻഡിക്കുലറായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു പെർപെൻഡിക്കുലർ ആക്സിസ് വെച്ചിട്ടുള്ള സിസ്റ്റത്തിനെ നമ്മൾ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയും. റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം. എന്തുകൊണ്ട് അങ്ങനെ പറയണത് അറിയോ ജോബി? ഒന്ന് ഗസ് ചെയ്യൂ. ഒരു റെക്റ്റാങ്കിളിൻ്റെ സൈഡൊക്കെ പെർപെൻഡിക്കുലർ അല്ലേ? അപ്പോൾ അതേമാതിരി തന്നെ ഈ എക്സും വൈയും പെർപെൻഡിക്കുലർ, അതുകൊണ്ടായിരിക്കും. അതെ, അതന്നെ കാരണം. അപ്പോൾ ഇതിനെ തന്നെയല്ലേ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് എന്ന് പറയണത്? അതെ, ഇതിനെ തന്നെയാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എന്നും പറയുന്നത്. അപ്പം ഇതിനെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എന്നും പറയും. 2 ഡയമെൻഷണൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. ഒരു ഫ്രഞ്ച് മാത്തമാറ്റീഷ്യൻ ഡെക്കാർട്ടെ എന്നുള്ള മാത്തമാറ്റീഷ്യനാണ് ഇതിനെപ്പറ്റി ആദ്യം പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ തല പോയിക്കണ കാര്യം എന്താ അറിയോ? അങ്ങനെ തല പോയിക്കുണ്ടോ ഇല്ലയോ എന്ന് ജോബി തന്നെ പറഞ്ഞാൽ മതി. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഇതിനെ ഈ 2 ആക്സിസും വെർട്ടിക്കലായിട്ടാണ് അല്ല പെർപെൻഡിക്കുലറായിട്ടാണ് വെച്ചിരിക്കുന്നത് പറഞ്ഞില്ലേ. അങ്ങനെയൊന്നും ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു 2 ഡയമെൻഷണൽ സർഫസിൽ ഒരു പൊസിഷനെ പറ്റി ആ 2 ഡയമെൻഷണൽ സർഫസിലത്തെ 2 ഡയമെൻഷണൽ പ്ലെയിൻ സർഫസിലത്തെ പൊസിഷനെ പറ്റി പറയാൻ ഇങ്ങനെ പെർപെൻഡിക്കുലർ ആക്സിസ് എടുക്കണമെന്നില്ല. അതായത് ഇങ്ങനെ ചരിഞ്ഞ ആക്സിസിനെ എടുക്കാം. ഓക്കെ, ഇപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ വൈ ആക്സിസിനെ ഞാൻ ഇങ്ങനെ എടുക്കാം, എക്സ് ആക്സിസിനെ ഇങ്ങനെ ചരിഞ്ഞിട്ടെടുക്കാം. എന്നിട്ടിപ്പോൾ ഇവിടെ ഒരു വസ്തു പഠിക്കേണ്ടത് വയ്ക്കാം. അപ്പോൾ ഈ വസ്തുവിൻ്റെ പൊസിഷൻ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എക്സ് ആക്സിസിൽ കൂടി ഇത്രയും ദൂരം വരും കേട്ടോ. എന്നിട്ട് അവിടുന്ന് ഈ വൈ ഡയറക്ഷൻ്റെ പാരലായിട്ട് നമ്മൾ ഇങ്ങനെ പോകും. അപ്പോൾ ഈ ദൂരവും പിന്നെ ഈ ദൂരവും ആണ് നമ്മൾ എക്സ് ആൻഡ് വൈ ആയിട്ട് എടുക്കാം. ഇത് അത്ര വലിയ തല പോയിക്കണ കാര്യമല്ലല്ലോ. അതെ, ഓക്കെ, വെരി ഗുഡ്.
വെരി ഗുഡ് ജോബി. അപ്പോൾ മനസ്സിലായി. ഓക്കെ. അപ്പോൾ അതന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇതേമാതിരി ഇങ്ങനെ പാരലൽ ഇങ്ങനെ നോൺ പെർപെൻഡിക്കുലർ ആക്സിസ് ഉപയോഗിച്ചിട്ടും നമുക്ക് ഓരോ വസ്തുവിൻ്റെയും പൊസിഷൻ നമുക്ക് സ്ഥിരീകരിക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ ഗ്രാഫ് പേപ്പറിലൊക്കെ ഉപയോഗിക്കുന്നത് ഇതേമാതിരി റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം അല്ലേ. നമ്മുടെ സാധാരണ ഗ്രാഫ് പേപ്പറിലെ ഇങ്ങനെ കള്ളിയായിട്ട് ഇങ്ങനെ റെക്ടാങ്കുലർ ഗ്രിഡ് ഉണ്ടാവില്ലേ നമ്മുടെ ഗ്രാഫ് പേപ്പറിൽ. ഇവിടെ അതിന് പകരം ഇങ്ങനെ പാരൽ ഗ്രിഡ് ആയിരിക്കും. ഇതേമാതിരി പാരൽ ഗ്രിഡ് ആയിരിക്കും. ഇങ്ങനെ പാരൽ ഗ്രിഡ്. അപ്പം ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഫിസിക്സിൽ ജോബി പറഞ്ഞ മാതിരി ഡെമോക്രസീൻ്റെ പല വിധത്തിലും ഒരു കാര്യം ചെയ്യാം. അപ്പോൾ പൊസിഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ വേർട്ടിക്കൽ അതേമാതിരി റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം ഉപയോഗിക്കണമെന്നില്ല. പക്ഷെ നമ്മൾ അതേ ഉപയോഗിക്കുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, വെറുതെ ജോബിയുടെ തല പോയിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ ജോബിയുടെ തല പുകഞ്ഞില്ല. ഓക്കെ, അത് സാരില്ല. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു അടുത്ത എക്സാമ്പിള് ത്രീ ഡയമെൻഷണൽ കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, വെറുതെ അതിൻ്റെ ഒരു കംപ്ലീറ്റ്നെസ് വേണ്ടി ഞാൻ കാണിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ, ഇതിൽ എന്താണ് എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ്, 3 ആക്സിസ് ഉണ്ട്. ആക്സിസിൻ്റെ പ്ലൂറൽ ആക്സസ് ആണ് കേട്ടോ. ആക്സസ്, സിംഗുലർ ആക്സിസ്, പ്ലൂറൽ ആക്സസ് കേട്ടോ, അത് പ്ലൂറൽ. അപ്പോൾ ഇവിടെ എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ്, അങ്ങനെ 3 ആക്സസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതപ്പോൾ അപ്പോൾ 3 എന്താണ് ഇപ്പോൾ ഇവിടെ ഒരു വസ്തുവിനെ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എക്സ് വൈ സെഡ് എന്തൊക്കെയാണ് അറിയോ? ഇതിൻ്റെ എക്സ് പൊസിഷൻ, എക്സ് കോർഡിനേറ്റ് വന്നിട്ട് x=3. എന്താണ് x=3 എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചിട്ട് x=3 എന്ന് വെച്ചിട്ട് ഉദ്ദേശിക്കുന്നത്? x=3 എന്ന് പറയുന്നത് ഈ വൈയും സെഡും കൂടി ഈ രണ്ട് ലൈനും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ പ്ലെയിൻ ഉണ്ടല്ലോ, ഈ പ്ലെയിൻ, ഈ വൈയും സെഡും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്ലെയിൻ, ആ പ്ലെയിനും ഈ വസ്തുവും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് x=3. അതാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. അവരുണ്ടോ ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചിട്ടില്ല ഞാൻ ഈ വൈ സെഡ് പ്ലെയിനിലേക്ക്. ഞാൻ സെഡിലേക്കാണ് വരച്ചിരിക്കുന്നത്, എന്നാലും അത് വൈ സെഡിലേക്കുള്ള പെർപെൻഡിക്കുലറും കൂടിയാണ്. അപ്പോൾ വൈ സെഡ് പ്ലെയിനും ഈ പോയിന്റും ഈ വസ്തുവും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എക്സ്. അതേമാതിരി എക്സ് വൈ പ്ലെയിനും ഈ വസ്തുവും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് സെഡ് കോർഡിനേറ്റ്. ഉണ്ടോ, ഇത് ഈ വര ഈ എക്സ് വൈ പ്ലെയിനിനോട് പെർപെൻഡിക്കുലറാണ്. പിന്നെ അതേമാതിരി ഈ വസ്തുവും എക്സ് സെഡ് പ്ലെയിനും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് വൈ കോർഡിനേറ്റ്. ഉണ്ടോ, ഈ വര ഈ എക്സ് സെഡ് പ്ലെയിനിനോട് പെർപെൻഡിക്കുലറാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ 2 ഡയമെൻഷണൽ കേസിൻ്റെ ജസ്റ്റ് ഡയറക്റ്റ് എക്സ്റ്റൻഷൻ തന്നെ. അപ്പം അങ്ങനെയാണ് നമ്മൾ ഇതിന് 3 കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുന്നത്. എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ് 2, സെഡ് കോർഡിനേറ്റ് 4. ഓക്കെ, അപ്പോൾ ഇതാണ് കാര്യം. അല്ല ജിതൻ, നമ്മളിപ്പോൾ ഒരു 3 ഡയമെൻഷണൽ ലോകത്തല്ലേ ജീവിക്കണത്? അതെ. അപ്പോൾ നമുക്ക് എപ്പോഴും ഈ 3 ഡയമെൻഷണൽ കോർഡിനേറ്റ് സിസ്റ്റം ഉപയോഗിക്കേണ്ടി വരും മോഷനെ പറ്റിയൊക്കെ പഠിക്കാൻ? നമ്മൾ 3 ഡയമെൻഷണൽ ലോകത്താണ് ജീവിക്കുന്നത്. പക്ഷെ നമ്മൾ പഠിക്കാൻ പോണ മോഷൻസ് ഉണ്ടല്ലോ, 1 ഡയമെൻഷണൽ മോഷനും 2 ഡയമെൻഷണൽ മോഷനെ പഠിക്കാൻ പോകുള്ളൂ. 3 ഡയമെൻഷണൽ മോഷൻ നമ്മൾ പഠിക്കാൻ പോകില്ല. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതിനു മുമ്പ് നമ്മളിപ്പോൾ പഠിച്ച കാര്യം കുറച്ച് ഫോർമുലായിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, അതായത് ടു മെഷർ പൊസിഷൻ യു നീഡ് എ കോർഡിനേറ്റ് സിസ്റ്റം. അത് മനസ്സിലായല്ലോ. പൊസിഷൻ പറയുന്നതിന് മുമ്പ് ഒരു കോർഡിനേറ്റ് സിസ്റ്റം നമുക്ക് സ്ഥിരീകരിക്കണം.
പിന്നെ a coordinate system is made up of an origin and a set of axes. അപ്പോൾ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒറിജിനും ഒരു സെറ്റ് ഓഫ് ആക്സസും. ഈ ആക്സസ് ആണ് അതിൻ്റെ പോസിറ്റീവ് ഡയറക്ഷൻസ് കാണിക്കുന്നത്. ആ ആക്സസിൻ്റെ പോസിറ്റീവ് ഡയറക്ഷൻ കാണിക്കുന്ന സാധനമാണ് ആക്സസ്. അപ്പോൾ ഒരു ഒറിജിനും ഒരു സെറ്റ് ഓഫ് ആക്സസ് ഡിറ്റർമിൻസ് എ കോർഡിനേറ്റ് സിസ്റ്റം. പൊസിഷൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇതാദ്യം സ്ഥിരീകരിക്കണം. ഓക്കെ, ഇനി എന്താണ് ജോബി ചോദിച്ച കാര്യം, അതിൻ്റെ ഒരു എക്സാമ്പിൾ കേട്ടോ. ഇതപ്പോൾ ഒരു ബോള് 3 ഡയമെൻഷൻ ലോകത്താണ്, ഒരു പലകയും 3 ഡയമെൻഷൻ ലോകത്താണ്. ഞാൻ ഈ ബോള് ഈ പലകയുടെ മേലെ ബൗൺസ് ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് 3 ഡയമെൻഷൻ ലോകമാണ്, ബോള് 3 ഡയമെൻഷനാണ്, പലക 3 ഡയമെൻഷനാണ്. പക്ഷേ ഈ ബോൾ മൂവ് ചെയ്യുന്നത് ഒരു ലൈനിൻ്റെ മേലെ കൂടെയാണ്, അല്ലേ? ഒരു ലൈനിൻ്റെ മേലെ കൂടെയാണ് മൂവ് ചെയ്യുന്നത്. അപ്പം ഇത് 3 ഡയമെൻഷൻ ലോകമാണെങ്കിലും കൂടി ഇതൊരു 1 ഡയമെൻഷണൽ മോഷനാണ്. അപ്പം നമ്മൾക്ക് ഒരു പൊസിഷൻ കോർഡിനേറ്റ് വെച്ചിട്ട് ഈ മോഷൻ നമുക്ക് പഠിക്കാം. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ. ഇവിടെ ഒരു ബോളുണ്ട്, ഇതേമാതിരി ഒരു പ്ലെയിൻ ഉണ്ട്. അപ്പം ഞാൻ ഈ ഒരു ബോളിനെ കിക്ക് ചെയ്യുമ്പോഴേ അത് ഇതേമാതിരിയുള്ള ഒരു പാത്താണ് ഫോളോ ചെയ്യുക, ഇതേമാതിരി ട്രജക്ടറി ഫോളോ ചെയ്യുക. വിൻഡൊന്നും ഇല്ലെങ്കിൽ കേട്ടോ, എയർ റെസിസ്റ്റൻസ് ഇല്ല, വിൻഡില്ല, നമ്മളിതിനെയൊക്കെ പറ്റി പഠിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ബോള് ഇതേമാതിരി ഒരു പാത്താണ് ഫോളോ ചെയ്യുക. അപ്പോൾ ഇതും ജോബി പറഞ്ഞ മാതിരി 3 ഡയമെൻഷൻ ലോകത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. പക്ഷേ ഈ ബോള് ഈ ഒരു പ്ലെയിൻ, ഈ മഞ്ഞ കളർ പ്ലെയിനില്ലേ, ഈ മഞ്ഞ കളർ പ്ലെയിനിലാണ് അതിൻ്റെ മോഷൻ. അപ്പോൾ ഇത് ഒരു 2 ഡയമെൻഷണൽ മോഷൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ 3 ഡയമെൻഷൻ ലോകമാണ്, പക്ഷേ ഇവിടെ നമുക്ക് 2 പൊസിഷൻ കോർഡിനേറ്റ്സ് ഉപയോഗിച്ചിട്ട് ഈ മോഷനെ പറ്റി പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.